ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല. ഞാൻ പറയാം. ഞാൻ അതില്ല, നിങ്ങൾ അധിക്ഷേപിച്ചിട്ടില്ല. അത് ശരിയാ, കാണുന്നവർക്ക് മനസ്സിലാവും. കപടത കാണിക്കല്ലേ ശിവപ്രസാദ്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്ക്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യമുള്ള വർത്തമാനെങ്കിലും പറ. അല്ല എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ലെന്ന് കൂടെ പറയല്ലേ. എന്റെ സമയം ഞാൻ പറയട്ടെ. നാട്ടുകാർ കാണുന്നവർക്ക് ഞാൻ പറയട്ടെ. ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ അല്ല ഞാന് ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ സ്മൃതിയോട് സമയം ചോദിച്ചിട്ട് എസ് എഫ് ഐയുടെ പ്രസിഡന്റ് ഇത്ര പ്രധാനപ്പെട്ട ചർച്ചയിൽ സ്മൃതിയോട് സമയം ചോദിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി കിട്ടിയ ഏതോ ഒരു ഡാറ്റ 2004 ഡാറ്റ പറയാനാണ് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ സമയം ചോദിച്ചു വാങ്ങുന്നതെന്ന് ഞാനത് വിടാണ്. കാരണം അവസാന ഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണല്ലോ പറയേണ്ടത്. ശിവപ്രസാദെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമാണ്. 5:3:2 ഇത് എവിടെ നിന്നാണ് കിട്ടിയത് പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലേ? ഇത് എവിടുന്ന് കിട്ടി? കേരളത്തിലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണെന്നേ. ആ ചോദ്യം ചോദിച്ച മന്ത്രി മെക്കെട്ടെടുക്കും, എസ് എഫ് ഐയുടെ പ്രസിഡന്റ് ഞങ്ങൾ നേരക്കെടുക്കും. ഞങ്ങൾ സ്വാഭാവികമായി ചോദിക്കുന്ന ഒരു ചോദ്യം, കേരളത്തിലെ ജനങ്ങളെ 70,000-ഓളം വരുന്ന എൻട്രൻസ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് എക്സാം റിസൾട്ട് വരുന്നതിന് തൊട്ട് ജൂലൈ മാസം 1-ാം തീയതി തൊട്ട് തലേ ദിവസം 5:3:2 എന്ന് പറഞ്ഞ റേഷ്യോ കൊണ്ടുവരുമ്പോൾ ഇത് എവിടുന്ന് കൊണ്ടുവന്നതാണെന്നുള്ള ചോദ്യമല്ലേ? അതിനിപ്പോൾ എസ് എഫ് ഐയുടെ പ്രസിഡന്റ് കണ്ടെത്തിയ ഒരു കാര്യം ഇതൊരു തമിഴ്നാട് മോഡലാണ് എന്നാണ്. ഞാൻ ശിവപ്രസാദ് പറയാം, തമിഴ്നാട് ഘടകം ഉണ്ടല്ലോ എസ് എഫ് ഐയുടെ, ഒന്ന് വിളിച്ച് ചോദിക്കണം, തമിഴ്നാട്ടിൽ എൻട്രൻസ് എക്സാം ഉണ്ടോ? ശിവപ്രസാദെ, മണ്ടത്തരം പറയുമ്പോൾ അതിനെ കുറിച്ച് ആലോചിക്കണ്ടേ? നിങ്ങൾ മണ്ടത്തരം പറയുമ്പോൾ ആലോചിക്കണ്ടേ? തമിഴ്നാട്ടിൽ എൻട്രൻസ് എക്സാം ഉണ്ടോ? അവിടെ ബോർഡ് എക്സാമിന്റെ മാനദണ്ഡത്തിലാണ് അവിടെ അഡ്മിഷൻ നടക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു എൻട്രൻസ് എക്സാം മാനദണ്ഡമാക്കിയാൽ പോരെ, അല്ലെങ്കിൽ ബോർഡ് എക്സാം. അപ്പൊ പറയാണ് അത് എൻട്രൻസ് കോച്ചിങ് സെന്ററുകളെ സഹായിക്കാനുള്ള MSFന്റെ തീരുമാനമല്ലേ? വിഡിത്തം പറയല. 50:50 ആകുമ്പോൾ 50% എൻട്രൻസ് അല്ലേ? അപ്പൊ നിങ്ങൾ എൻട്രൻസ് എക്സാമിനെ കോച്ചിങ് സെന്ററുകളെ സഹായിക്കാനാണോ 50% അതിന് മാർക്ക് എടുക്കുന്നത്? അപ്പൊ വിഡിത്തം പറയരുത്. നമ്മൾ ഒരു അക്കാഡമികമായ ചർച്ച നടക്കുന്നു എന്നാണല്ലോ, അക്കാഡമിക് ലെവലിൽ ചർച്ച ചെയ്യുന്നതാണ് ശിവപ്രസാദ് പറയുന്നത്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഫോർമർ കുസാറ്റ് VC ഗർപൂരിലെ ITIയുടെ പ്രൊഫസർ ഉൾപ്പെടെയുള്ള 5 ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട അക്കാഡമിഷ്യന്മാർ അവർ നൽകിയിട്ടുള്ള എക്സ്പേർട്ട് റിപ്പോർട്ടിന്റെ മുകളിൽ 5:3:2 വരുമ്പോൾ അത് എവിടുന്ന് വന്നു? ആ ചോദ്യത്തിന് ഗവൺമെന്റ് ഉത്തരം ഉണ്ടാകണം. SFIക്ക് ഉത്തരം ഉണ്ടാകണം. നിങ്ങളുടെ കൊടി പിടിക്കുന്ന പ്രവർത്തകന്മാരില്ലേ ഇതില്? അവരുടെ അനിയന്മാരില്ലേ ഇതില്? അവരുടെ അനിയത്തിമാരില്ലേ? ഗവൺമെന്റ് ന്യായീകരിച്ചാൽ മാത്രം മതിയോ? എന്റെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല, പത്രക്കാരെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല. താങ്കൾക്ക് ഉത്തരമില്ലെങ്കിൽ ഉത്തരമില്ല എന്നാണ് പറയേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, ഇവിടുത്തെ CBSE സിലബസിനെ രക്ഷപ്പെടുത്താനല്ല, കേരള സിലബസിലെ വിദ്യാർത്ഥികളോട് നമ്മൾ അനുകമ്പ കാണിക്കണ്ടേ എന്നാ ചോദിച്ചത്. അനുകമ്പ കാണിക്കണം. അതിന് 60:40 പറഞ്ഞില്ലേ? ഈ എക്സ്പെർട്ട് കമ്മിറ്റി തന്നെ പറഞ്ഞില്ലേ? 1% നിങ്ങൾ പറഞ്ഞ വാചകത്തോട് നിങ്ങൾക്കോ നിങ്ങളുടെ ഗവൺമെന്റിനോ ബാധ്യതയുണ്ടെങ്കിൽ 60:40 അപ്ലിക്കബിൾ ആക്കണ്ടേ? നിങ്ങൾ ആക്കിയില്ലല്ലോ. നിങ്ങൾ 50:9 തന്നെയല്ലേ ചെയ്തത്? അതിൽ സ്റ്റാൻഡർഡൈസേഷന് പകരം നോർമലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട് മോഡൽ എന്ന് പറഞ്ഞ് കടമെടുത്ത് കൂടുതൽ ഈ വിഷയത്തെ വികൃതമാക്കിയത് നിങ്ങളല്ലേ? അപ്പോ ഉത്തരം മുട്ടുമ്പോ അല്ലെങ്കിൽ പറയുമ്പോ ഉത്തരം ഇല്ലാതെ വരുമ്പോ പത്രക്കാരോട് നിങ്ങൾ കോടതിയാകണ്ട എന്ന് പറയുക, ഞങ്ങളോട് ഞങ്ങളുടെ മെക്കെട്ടുകാർ അങ്ങനെയല്ല. നമ്മൾ അക്കാഡമിക്കായ ചർച്ചയാണ് നടത്തുന്നതെങ്കിൽ വളരെ കൃത്യമാണ്. ഞങ്ങൾ ചോദിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏറെ വൈകി ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടികൾ എന്താ ചെയ്യേണ്ടത് ശിവപ്രസാദ്? നിങ്ങൾ പറ, SFI പറ, ഈ കുട്ടികൾ എന്ത് ചെയ്യണം? ആർട്സ് ആൻഡ് സയൻസിലേക്ക് പോകണോ? അവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു. അവർ കുസാറ്റിലേക്ക് പോകണോ? അവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു. മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് പോകണോ? അവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു. ഇത് നഷ്ടപ്പെടുന്ന കുട്ടികൾ ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ ഈ നഷ്ടം വന്നിട്ടുള്ള കുട്ടികൾ അവരുടെ കുടുംബം ഒരു വർഷം കാത്തിരിക്കണം. അവരിനി കാത്തിരിക്കണം. അവർക്ക് വിളിച്ചു പറയുമ്പോ ഞങ്ങളുടെ മെക്കെട്ട് കയറുകയല്ല. അക്കാദമികമായി ചർച്ച ചെയ്യാം. ആക്ഷേപിച്ചിട്ടാണെങ്കിൽ ചർച്ച ചെയ്യാം. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് അതേപടി മറുപടി പറയാം.